ശ്രീ മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് കിട്ടിയതിന് പിറ്റേ ദിവസം അദ്ദേഹം വരുമ്പോഴത്തേക്ക് 2,80,00,000. എത്ര വേഗത്തിലാണ് കാര്യങ്ങൾ പോയത്. അദ്ദേഹത്തിന്റെ ശേഷി വെച്ച് നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു, ഒരു നടൻ എന്നുള്ളതിൽ, ഒരു കലാകാരൻ എന്നുള്ളതിൽ. പക്ഷെ അദ്ദേഹം ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്, ഈ സമൂഹത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല അദ്ദേഹം ജോലി ചെയ്യുന്നത്. മറിച്ച് കോവിഡിന്റെ സമയത്ത് സ്വന്തം ജീവൻ നോക്കാതെ ഈ സമൂഹത്തിലെ, ഈ കേരളത്തിലെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് സ്വന്തം കുടുംബാംഗങ്ങളെ ഉപേക്ഷിച്ച് സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായി ജോലി ചെയ്ത ആശാവർക്കർമാർക്ക് ഒരു വേതന വർധനവ് ചോദിക്കുമ്പോൾ സർക്കാരിൻ്റെ കാശില്ല. അയ്യപ്പ സംഗമം നടത്താൻ 8 കോടിക്ക് ഒരു തടസ്സവും ഇല്ല. സർക്കാരിൻ്റെ 4ാം വാർഷികം ഇല്ലാത്ത കഥകളെല്ലാം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 100 കോടിക്ക് തടസ്സമില്ല. മുഖ്യമന്ത്രിയുടെ PR വർക്ക് ചെയ്യുന്നത് 12 പേരാണ്. അവരുടെ ശമ്പളം 45,000-ൽ നിന്ന് 85,000 വർദ്ധിപ്പിക്കുന്നതിന് തടസ്സമില്ല. PSC മെമ്പർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് തടസ്സമില്ല. ഇതിനൊന്നും ഒരു തടസ്സമില്ല. അപ്പം പൈസ ഇല്ലാത്തതല്ല, തൊഴിലാളി വിഭാഗത്തോട് ഇതാണ് നിലപാട്. ഇത്രയൊക്കെ മതി, നിങ്ങൾക്ക് ഇതിനെ യോഗ്യതയുള്ളൂ എന്ന് ഒരു ഇടതുപക്ഷ സർക്കാരും അതിൻ്റെ മുഖ്യമന്ത്രി സ്ഥാപിച്ചെടുത്തിരിക്കുകയാണ്. രാജാവ് നഗ്നനാണെങ്കിൽ അത് തുറന്നു പറയാൻ നാട്ടിലെ ഓരോ വ്യക്തിക്കും ധൈര്യമുണ്ടാവണം. നല്ല നട്ടലുള്ള പൗരന്മാരുടെ നാടാണ് ഈ നാട്. തലച്ചോറ് പണയപ്പെടുത്താത്ത പ്രതികരണശേഷിയുള്ള ജനങ്ങൾ ഇനിയും ഇവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. തിന്മയ്ക്കെതിരെ, അഴിമതിക്കെതിരെ, കെടുകാര്യസ്ഥതയ്ക്കെതിരെ നയിക്കാൻ ഓരോ മലയാളിയും വാക്കുകൾ ആയുധമാക്കുമ്പോൾ ഈ കൊച്ചു പൗരത്തിയുടെ പ്രാർത്ഥനയും പിന്തുണയും എന്നും ഉണ്ടാകും. ലില്ലിയുടെ വക ഒരു ലാൽസലാണ്. ജനിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കുക എന്നത് നമ്മുടെ അവകാശമാണ്. പട്ടിണിയും അതിദാരിദ്ര്യവും ഇല്ലാത്ത നാടാണിതെന്ന് റെക്കോർഡിൽ മാത്രം എഴുതി ചേർത്താൽ നമ്മുടെ അതിദാരിദ്ര്യം മാറുമെന്ന് നമ്മെ പറഞ്ഞു പറ്റിക്കുന്ന ഭരണകർത്താക്കന്മാരെ നോക്കി ഒട്ടും പകർച്ചയില്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതിനുള്ള ആർജവം നാം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ദൈവത്തിന്റെ സ്വന്തം നാടിനെ സംരക്ഷിച്ചു നിർത്താൻ കഴിയുക തന്നെ ചെയ്യും. വന്ദേ മാതരം.